ദേവീ ശരണം അമ്മേ സൽപാത്രത്തിനു കുമ്പിടാതെയതു പോട്ടെ കാലവും ദേവി നിൻ ചിദ്രൂപദ്യുതിയൻ എണ്ണിടാതൊരു വിധം ഹോമിച്ചു മജ്ജീവിതം കൽപ്പേറും വിഷയാന്ധകാരമതു താൻ നീക്കിയിട്ടു നിന്നന്തികെ നിൽപ്പാനുള്ള മരുന്നു ഞാൻ കരുതിയില്ലമ്മേ പരമേ ഭയം ദേവീ ശരണം അമ്മേ. സുപ്രഭാതം, ശുഭദിനം. എല്ലാ ധന്യാത്മാക്കൾക്കും പുലർകാല വന്ദനം. ശ്രീമദ് ദേവി ഭാഗവത നിത്യപാരായണ പരമ്പരയുടെ ഇന്നത്തെ പ്രഭാഷണ വേദിയിലേക്ക് എല്ലാ സജ്ജനങ്ങൾക്കും സുസ്വാഗതം. ഷഷ്ഠസ്കന്ധം 12-ാമത്തെ അധ്യായം അവലോകനം ചെയ്തു കൊണ്ടുവരുന്നു. ഹരിശ്ചന്ദ്രൻ്റെ ചരിതം അവലോകനം ചെയ്യണു. പുത്രനെ യാഗപ്പശുവായി തരാമെന്ന് വരുണനോട് പ്രാർത്ഥിച്ചു. പുത്രൻ വളർന്നു വരുമ്പോൾ ആ പുത്രസ്നേഹം യാഗപ്പശുവായി പുത്രനെ വരുണന് തിരിച്ചു കൊടുക്കാൻ ഹരിശ്ചന്ദ്രന് മനസ്സ് വരുന്നില്ല. ഹരിശ്ചന്ദ്രനാണെങ്കിൽ വീണ്ടും വീണ്ടും വന്ന് ചോദിച്ച് കോപപ്പെട്ടുകൊണ്ടിരിക്കുന്നു. ഇതിൻ്റെ നടുവിൽ വളർന്നു വരുന്നതായിട്ടുള്ള ആ പുത്രൻ രോഹിതൻ സംഗതികളൊക്കെ എവിടെന്നോ ഗ്രഹിച്ചു, മനസ്സിലാക്കി. അവനും ചിന്താതീതനായി. എന്താ ഇപ്പോൾ ചെയ്യുക? ഇവിടെ താമസിച്ചാൽ അച്ഛൻ വാക്ക് മാറില്ല. ഹരിശ്ചന്ദ്രൻ സത്യവാനാണ്. ഇന്നല്ലെങ്കിൽ നാളെ തന്നെ യാഗപ്പശു ആക്കുമെന്നുള്ളതിന് യാതൊരു സംശയവുമില്ല. ഇവിടെ ഇരുന്നാൽ താൻ അധികം താമസിയാതെ കൊല്ലപ്പെടും എന്നുള്ള ചിന്തയിലായി. അപ്പോൾ ആത്മസംരക്ഷണം, സ്വന്തം ജീവനെ രക്ഷിക്കാനാണല്ലോ എല്ലാവർക്കും ഏറ്റവും അധികം താല്പര്യമുണ്ടാവുക. അത് കഴിഞ്ഞിട്ടല്ലേ മറ്റെന്ത് കാര്യത്തിലും താല്പര്യമുണ്ടാവുള്ളൂ. ഈ കൊട്ടാരത്തിലെ അച്ഛൻ്റെ കൂടെ വസിച്ചാൽ എപ്പോൾ വേണമെങ്കിലും തൻ്റെ പ്രാണൻ നഷ്ടപ്പെടും എന്ന് ചിന്തിച്ച് കണ്ടറിഞ്ഞ രോഹിതൻ തൽക്കാലം രക്ഷപ്പെടാനായിക്കൊണ്ട് കൊട്ടാരത്തിനെ തിരിച്ചു. ദൂരെയുള്ള പർവ്വതത്തിലെ ഏതോ ഒരു ഗുഹയിലേക്ക് ഓടിപ്പോയി. ആർക്കും ചെന്നെത്താൻ കഴിയാത്ത ഒരിടത്ത് ഭീതിയോടും ഭയത്തോടും കൂടി അവൻ ആ ഗുഹയിൽ പർവ്വതത്തിൽ കഴിച്ചുകൂട്ടി. യഥാകാലം യജ്ഞം ചെയ്യണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് വരുണനും രാജഗൃഹത്തിൽ എത്തിയിട്ട് രാജാവെ, യജ്ഞം നിർവഹിച്ചാലും എന്ന് രാജാവിനോട് പറഞ്ഞു. രാജാവ് അവശനായി അദ്ദേഹത്തിനോട് പറയേണ്ടി വന്നു, ഹേ ദേവശ്രേഷ്ഠ, ഞാൻ എന്താ ചെയ്യുക? എൻ്റെ മകൻ എങ്ങോട്ടോ ഓടിപ്പോയിരിക്കണോ, എനിക്ക് പോലും അറിയില്ല. എന്നോട് പറയാതെ കണ്ടവൻ കൊട്ടാരം വിട്ട് ഓടിപ്പോയി കഴിഞ്ഞിരിക്കണു. മകനിപ്പോൾ കൊട്ടാരത്തിലില്ല എന്നുള്ള ആ സത്യത്തിനെ വരുണനോട് ഹരിശ്ചന്ദ്രൻ പറഞ്ഞു. അത് കേട്ട വരുണന് അത്യധികം കോപമുണ്ടായി. നീ അസത്യവാദിയാണ്, സത്യം പരിപാലിക്കാൻ കഴിയാത്തവനാണ്. പല പ്രാവശ്യം ഞാൻ വന്ന് ചോദിച്ചിട്ടും നീ ആ സത്യത്തിനെ പാലിച്ചില്ല എന്ന് മാത്രമല്ല, ഇപ്പോൾ ഇതാ ഉണ്ണി ഓടിപ്പോയി എന്ന് പറയണു എന്ന് ദേഷ്യപ്പെട്ട വരുണൻ, അങ്ങക്ക് ജലോദരം എന്ന മഹാവ്യാധി ഉണ്ടാവട്ടെ. അങ്ങ് എന്നെ ഇതുവരെ വഞ്ചിക്കുകയായിരുന്നു. അതിൻ്റെ ഫലമായിട്ട് ജലോധരം എന്ന ആ വ്യാധി അങ്ങയുടെ ശരീരത്തിൽ ഉണ്ടാവട്ടെ എന്ന് ശപിച്ചു. മഹോദരം എന്നാണ് ഭാഗവത മഹാപുരാണത്തിൽ പറയണത്. രണ്ടും ഒന്ന് തന്നെയാണ്. മഹോദരം അല്ലെങ്കിൽ ജലോധരൻ, രണ്ടിൻ്റെയും അർത്ഥം ഒന്നാണ്. എന്താന്ന് പറഞ്ഞാൽ നമ്മളുടെ ഉദരത്തിൽ ജലം കെട്ടുക, നീര് കെട്ടുക, വെള്ളം കെട്ടുക എന്നുള്ള ഒരു രോഗം. അങ്ങനെ ആ വയറ്റിലിങ്ങനെ വെള്ളം നീര് കെട്ടി വന്നിട്ടുണ്ടെങ്കിൽ അത് വലിയ അസഹ്യമായിട്ടുള്ള വേദനയും കാര്യങ്ങളൊക്കെയാണ്. അതിനെയൊക്കെ പമ്പ് ചെയ്തിട്ട് ഒക്കെ എടുക്കണം. പണ്ടുകാലത്തൊക്കെ വളരെ കഷ്ടമായിട്ടുള്ള രക്ഷപ്പെടുമൊന്നുമില്ല. അതിൽ വന്നു കഴിഞ്ഞാൽ കുറേ കാലം ദുഃഖം, ദുരിതം, വേദന അനുഭവിച്ച അവസാനം
ആദ്യമൊക്കെ അതിനെ ഡോക്ടർമാർ വെള്ളമൊക്കെ എടുത്തുകൊണ്ടിരുന്നു. വയറിൽ നിന്ന് സിറിഞ്ച് കൂടി അല്ലെങ്കിൽ ട്യൂബ് കൂടിയൊക്കെ എടുക്കും. പക്ഷെ അത് പോകുന്തോറും അത് അധികരിച്ച് അവസാനം നിവൃത്തിയില്ലാത്തൊരു സന്ദർഭം വന്ന് അങ്ങനെ മരിക്കേണ്ടി വരും. അങ്ങനെയുള്ള ഒരു മഹാരോഗം ആണ് ഈ ജലോദരം അല്ലെങ്കിൽ മഹോദരം എന്നൊക്കെ പറയണത്. ആ രോഗം വരട്ടെ എന്നാണ് ഇപ്പോൾ ഇവിടെ ഹരിശ്ചന്ദ്രനെ വരുണൻ ശപിച്ചത്. അങ്ങനെ ശപിച്ചിട്ട് വരുണൻ തൻ്റെ കൊട്ടാരത്തിലേക്ക് മടങ്ങി. വരുണശാപത്താൽ പീഡിതനായിട്ടുള്ള രാജാവ് സ്വഗൃഹത്തിൽ വേദനയും ദുഃഖവും അനുഭവിച്ചുകൊണ്ട് കഴിച്ചുകൂട്ടി. പിതാവ് രോഗഗ്രസ്തനായിരിക്കുന്ന വിവരം എങ്ങനെയോ കാട്ടിലുള്ള ആ രോഹിതൻ മനസ്സിലാക്കി. ആരോ വഴിയാത്രക്കാരനായിട്ടുള്ള ഒരാളാണ് പറഞ്ഞതെന്നാ തോന്നണത്. എൻ്റെ അച്ഛൻ വരുണശാപം കൊണ്ട് ജലോദരം എന്ന രോഗം ബാധിച്ചിട്ട് അത്യന്തം ദുഃഖിതനായിട്ട് കിടപ്പാണ് എന്നുള്ളത് പറഞ്ഞു. അത് ഒരു വഴിയാത്രക്കാരനാണത്രേ പറഞ്ഞത്. പറഞ്ഞിട്ട് അവൻ തന്നെ പറഞ്ഞു, ഇപ്പോൾ നിൻ്റെ ജീവിതം വെറുതെയായി. നീ പുത്രനായി ജനിച്ചത് കൊണ്ടൊരു പ്രയോജനവുമില്ല. നിൻ്റെ പിതാവിന് ഈ ജലോധരം എന്ന ഈ മഹാരോഗം വരാനുള്ള കാരണം നീയാണ്. അങ്ങനെ പിതാവിനെ ദുഃഖത്തിലാഴ്ത്തിക്കൊണ്ട് നീ ഗുഹയിൽ ഒളിച്ചിരിക്കുകയാണ്. വന്നിട്ട് സുഖമായിട്ട് ഈ ശരീരം ലഭിച്ചതുകൊണ്ട് നിനക്കെന്താ ഒരു പ്രയോജനമുണ്ടായത്? നീചനായിട്ടുള്ള പുത്രനായി ഭവിക്കേണ്ടി വന്നു. നിനക്ക് ജന്മം തന്ന നിന്റെ പിതാവിനെ ദുഃഖത്തിലാഴ്ത്തിക്കൊണ്ട് നീ ഇവിടെ ഇതാ കഴിയണു. പിതാവിന് വേണ്ടി പ്രാണൻ പോലും ഉപേക്ഷിക്കുന്നതാണ് സത്പുത്രന്മാരുടെ ധർമ്മം. വ്യാധിപീഡനായിട്ട് രാജാവ് അച്ഛൻ അവിടെ ഇതാ വ്യസനിക്കുന്ന സമയത്ത് ആ പുത്രധർമ്മം നടത്താതെ കണ്ട് സ്വന്തം ജീവനെ രക്ഷിച്ചുകൊണ്ട് നീതായി ഗുഹയിൽ വന്ന് വിടങ്ങനിരിക്കണു എന്നൊക്കെ പറഞ്ഞ് ആ രോഹിതനെ കുറെ വഴക്കും പറഞ്ഞു എന്ന് പറയാണ്. വഴിയാത്രക്കാരിൽ നിന്ന് ധർമ്മയുക്തമായിട്ടുള്ള വാക്കുകൾ കേട്ടപ്പോൾ രോഹിതനൻ ദുഃഖിതനായി. താൻ കാരണമാണല്ലോ പിതാവ് ഇപ്പോൾ ഇത്രയും ദുഃഖങ്ങൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്നത്. ഒരു ഭാഗത്ത് ദുഃഖങ്ങൾ അനുഭവിക്കേണ്ടി വന്നു. മാത്രമല്ല സത്യവ്രതനായിട്ടുള്ള ആ സത്യത്തിനെ അണുകിടവിടാതെ പരിപാലിച്ചു കൊണ്ടിരുന്നതായിട്ടുള്ള ആ സൂര്യവംശത്തിൽ ജനിച്ചിട്ടുള്ള തൻ്റെ അച്ഛനിപ്പിത ആ സത്യം പാലിക്കാതെ കണ്ടുവന്നു. അതിന് താനാണ് കാരണക്കാരനായിട്ട് ഭവിച്ചിരിക്കുന്നത്. താൻ കാരണം അച്ഛൻ അസത്യനായി ഭവിച്ചു. അച്ഛന് രോഗപീഡിതനായി ആ പീഡകൾ അനുഭവിച്ചു കൊണ്ടിരിക്കണോ എന്നൊക്കെ ദുഃഖിതനായിട്ടുള്ള രോഹിതൻ അച്ഛനെ ചെന്ന് കാണാമെന്ന് പറഞ്ഞ് നിശ്ചയിച്ചു. അങ്ങനെ നിശ്ചയിച്ചതാ തിരിച്ച് അച്ഛനെ കാണാനായിട്ട് കൊട്ടാരത്തിലേക്ക് പോകാൻ രോഹിതൻ ഒരുങ്ങി നിൽക്കുന്ന സമയത്ത് ഒരു വിപ്രന്റെ വേഷത്തിൽ അവിടെ ദേവേന്ദ്രൻ വന്നു എന്നാണ് പറയണത്. എന്നിട്ട് ഈ രോഹിതനോട് ദയുള്ളവനായിട്ട് ദയാലുവാണ് നിന്നിൽ എന്നുള്ള മട്ടില് ദേവേന്ദ്രൻ അവന് ഹിതമായിട്ടുള്ള രോഹിതന് ഹിതമായിട്ടുള്ള ഒരു കാര്യം രഹസ്യമായിട്ട് പറഞ്ഞു. എന്താ പറഞ്ഞു കൊടുത്തത്? വെറുതെ പിതാവിനെ ചെന്ന് കാണാൻ തീരുമാനിച്ചിരിക്കുന്ന നീ വാസ്തവത്തിൽ മൂർഖനാണ്. രോഗാർത്ഥനായിട്ടുള്ള നിന്റെ പിതാവിനെ നീ ശരിക്കും മനസ്സിലാക്കിയിട്ടില്ല. അതുകൊണ്ടാണ് നീ ഇങ്ങനെ പോയി കാണാമെന്ന് പറഞ്ഞ് അച്ഛനെ കാണാനായിട്ട് പുറപ്പെട്ടിരിക്കുന്നത്. അറിയാതെ കണ്ടാണ് അച്ഛനെ സഹായിക്കാമെന്ന് പറഞ്ഞുകൊണ്ട് നീ ഇതാ പുറപ്പെടുന്നത് എന്നൊക്കെ അവനെ ഗുണദോഷിക്കാൻ തുടങ്ങി എന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ അധ്യായം 12 ഇവിടെ അവസാനിക്കുന്നത്. ഇനി നമുക്ക് അടുത്ത 13ാമത്തെ അധ്യായത്തിലേക്ക് കടക്കാം. പിന്നീട് എന്താണ് നടന്നത്,
എന്നുള്ള ഹരിശ്ചന്ദ്രൻ്റെ ആ വൃത്തം നമുക്ക് ആ കഥകൾ തുടർന്ന് കൊണ്ടുപോകാം. നാളെ എല്ലാവർക്കും ദേവിയുടെ പരിപൂർണമായിട്ടുള്ള അനുഗ്രഹം ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. മഹാദേവ്യൈ